ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള ഒരു നാടൻ പലഹാരമാണ്, ചക്ക നിറച്ചത്. ഇപ്പോൾ ചക്കക്കാലം ആയതുകൊണ്ട് മിക്ക വീടുകളിലും ചക്ക ഉണ്ടായിരിക്കും. പിന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് എങ്ങനെയാണ് ചക്ക നിറച്ചത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതാക്കി നുറുക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അവിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ള അവിലിനേക്കാളും ടേസ്റ്റ് മട്ട അവിലിനായിരിക്കും. ഇനി അവിൽ 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി ചിരവിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ഒന്ന് ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. മധുരം വലിയ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണം എന്നില്ല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഏലക്കയുടെ ആ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഫില്ലിങ്ങിന്. ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് വെക്കാം. ഇനി ഇതാണ് നമ്മൾ നിറച്ച് പൊരിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചക്കച്ചുളകൾ. ഇനി ഇതിൻ്റെ കുരും കൂടെ ഒന്ന് കളഞ്ഞെടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞതിന് ശേഷം കുരു കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഇത് മുഴുവനായിട്ടും കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് വെക്കാം. ഇനി ഓരോ ചുളയെടുത്ത് ഈ കോക്കനട്ട് അവിൽ മിക്സ് 2 ടീസ്പൂൺ വീതം നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്തെടുക്കണം. ഈ മിക്സ് കൂടുതൽ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അവിലും തേങ്ങയൊക്കെ ഓയിലിൽ മുങ്ങിപ്പോവും. അങ്ങനെ ചക്ക നിറച്ച് വെക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൈദയും അരിപ്പൊടിയും കൂടെ ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിൽ ഈ ചക്ക നിറച്ചത് മുക്കി ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ബാറ്റർ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം കുറച്ചായി ഒഴിച്ചിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഈ ബാറ്റർ റെഡിയാക്കുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ മാവ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നന്നായിട്ട് തിക്കായിട്ടാണ് ബാറ്റർ ഉള്ളത്. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായതിനു ശേഷം ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നേരത്തെ നമ്മൾ നിറച്ച് വെച്ചിട്ടുള്ള ചക്കച്ചുളകൾ ഓരോന്നായിട്ട് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബാറ്റർ ശരിക്കും ഇതിൽ കോട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മാവ് കുറച്ച് തിക്കായിട്ട് തന്നെ നമ്മൾ കലക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മൊരിപ്പിച്ചെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നല്ല പഴുത്ത ചക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോവുള്ളൂ. ഇപ്പോൾ ചക്ക നിറച്ച് പൊരിച്ചത് 2 വശവും ഒരുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റാം. ഇനി ഈ ഓയിലിൽ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ചക്ക നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്.
ചക്ക കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് ഒക്കെ ഞങ്ങളെ അറിയിക്കുക. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.